ഹലോ ഗായ്സ്, വാവ് ഗാലറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹണിമൂണൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഹണിമൂണ് പോയൊരു അപാരതയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപാരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ ചതിച്ചു ഗൈസ്. ഇങ്ങനൊരു ചതി ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഞങ്ങൾ ഹണിമൂൺ പോകാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹണിമൂൺ എന്ന് പറയണ്ട, ഒരു ട്രിപ്പ് എന്ന് വെച്ചാൽ വിത്തൗട്ട് പ്ലാനിങ് ആയിരുന്നു. ഒരു പ്ലാനിങ് ഒന്നുമില്ല. ഞങ്ങൾ എവിടെ പോകാം, ഊട്ടി പോകാമെന്ന് ഡിസൈഡ് ചെയ്ത് ഞങ്ങളൊരു ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്തതാണ്. അവിടെ ചെന്നിട്ട് എങ്ങനെ ഏത് എന്നൊക്കെ ഉള്ളത് പോകുന്ന വഴി അങ്ങ് തീരുമാനിക്കാമെന്ന് പറഞ്ഞായിരുന്നു പോയത്. പക്ഷേ മുള്ളി വഴി പോകണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരിത്. മുള്ളി വഴി നമുക്ക് കാടിൻ്റെ അകത്തൂടെ പോകുമ്പോൾ ഒരു വൈബാണല്ലോ, ആ വൈബ് ആസ്വദിച്ച് ഊട്ടിയിൽ പോകാം എന്നൊക്കെയുള്ള ഒരു അതിമോഹത്തിൽ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി നല്ല നല്ല കാഴ്ചകളൊക്കെയാണ് ആസ്വദിച്ച് ഞങ്ങളിപ്പം മുള്ളിയിലെത്താൻ പറ്റും എന്നൊക്കെ ഉള്ളൊരിതാണ്. അവിടെ ഒരു ടൈമിംഗ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. 6 മണിയാകുമ്പോഴത്തേക്കും അവിടെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ അവിടെ എത്തണം എന്ന് വിചാരിച്ചു. വഴിക്ക് വെച്ച് നമുക്ക് കേരള പോലീസ് പറഞ്ഞു ഇതുപോലെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, അവിടെ ക്ലോസ് ചെയ്തേക്കാണ്, ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് പണി പാളിയെന്ന് മനസ്സിലായത്. പിന്നെ വേറൊരു റൂട്ട് പറഞ്ഞു തന്നു. അപ്പം ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് ആ റൂട്ട് പോവുകയാണ്. പക്ഷേ ഗൂഗിൾ മാപ്പ് ചതിച്ചു ഗൈസ്. ചതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ ചതി. നമുക്ക് ഇന്ന സ്ഥലം എന്ന് മാത്രമേ അറിയുള്ളൂ. ആ സ്ഥലത്തു കൂടെ വേണം നമ്മൾ കോയമ്പത്തൂർ വഴി ഊട്ടിയിലെത്തണം. ഇതായിരുന്നു നമ്മുടെ ടാസ്ക്. ഇതാണ് ഗൂഗിൾ മാപ്പ് നമുക്ക് കാണിച്ചു തന്ന വഴി. എങ്ങനെയാണെന്നറിയില്ല. നമ്മൾ വിചാരിച്ചു ഓക്കെ ഇത് ഷോർട്ട് കട്ട് വല്ലതും ആയിരിക്കും, ഏതിലേക്കൂടെയെങ്കിലുമൊക്കെ പോയി കയറുമായിരിക്കുമെന്ന്. ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് നമ്മൾ കുറച്ച് ദൂരം നമ്മൾ വഴി കാണുന്നവരുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞാൽ ഇന്ന വഴി പോവാം, ആ വഴി പോവാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഗൂഗിൾ മാപ്പും കാണിച്ചു തരുന്നുണ്ടല്ലോ, ആ ഒരു വിശ്വാസത്തിൽ പോയി വഴിയിലുള്ളതെല്ലാം ആസ്വദിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഓട്ടോ ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ആ ഓട്ടോ ചേട്ടനോട് ചോദിച്ചപ്പോഴത്തേക്കും ആ ചേട്ടനൊരു വഴി പറഞ്ഞു തന്നു. നേരെ പോയിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷേ ഞങ്ങൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോയപ്പോൾ വഴി തീർന്നു ഗൈസ്. ഇതല്ല, ഇതിന് മുന്നേ ഒരു വഴി ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഒരു ടെൻഷൻ്റെ ടൈമിൽ എടുക്കാൻ പറ്റിയില്ല എനിക്ക്. അവിടെ റോഡ് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വേറൊരു റൂട്ട് ഇങ്ങനെ കറങ്ങി വന്നതാണിത്. ഇവിടെ വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു വെള്ളത്തിൽ കൂടെ നമുക്കിങ്ങനെ ഇറങ്ങിപ്പോകുന്ന പ്രശ്നമില്ല. പക്ഷേ റോഡ് നിന്നിട്ട് റോഡിൻ്റെ അവിടെ ഒരു കട്ടിങ് ഉണ്ട് താഴേക്ക് ഇങ്ങനെ. അപ്പം കാറിൻ്റെ അടി ഇടിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. കറക്കി എടുക്ക്, സൈഡ് ചരിച്ച് വാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ കാറിൻ്റെ ബാക്ക് വീലൊക്കെ പൊങ്ങി, ചെറുതായിട്ടൊക്കെ ഒന്ന് പേടിച്ച്. പക്ഷേ സേഫായിട്ട് ലാൻഡ് ചെയ്തു. പിന്നെ ഈ ചേട്ടനാണ് വഴി പറഞ്ഞൊന്ന് ഹെൽപ്പ് ചെയ്തത്. ഒന്നും പേടിക്കേണ്ട, ഇതുവഴി തന്നെ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞു. കുറച്ച് ദൂരം ഓഫ് റോഡാണ്, അത് കഴിഞ്ഞ് മെയിൻ റോഡിലെത്താമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തമിഴ്നാട് സ്റ്റേറ്റിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഒരാശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഫുൾ കാട്. വീണ്ടും ഇനി ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചോ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഡൗട്ട്. പോകുന്ന വഴി ഞങ്ങളൊരു പമ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആ പമ്പിലുള്ള ഒരാളാണ് പറഞ്ഞത് ഡയറക്റ്റ് കോയമ്പത്തൂർ ചെന്നിട്ട് നിങ്ങൾ ഊട്ടി പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ചുറ്റാണ്, സോ നമ്മൾ മേട്ടുപ്പാളയം ചെന്ന് കയറണം എന്ന് പറഞ്ഞു. ഇതൊന്നും അല്ല ഗൈസ്, നല്ല ദൂരം ഉണ്ടായിരുന്നു. ആ കാട്ടിനുള്ളിൽ കൂടെ കുറേ ദൂരം ഞങ്ങൾ വന്നു. പിന്നെ ഞങ്ങൾ നേരെ മേട്ടുപ്പാളയത്തിലെത്തിയപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഊട്ടിയിൽ നമ്മൾ എന്തായാലും ആ ഒരു നമുക്കറിയാമല്ലോ ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ കേവായിട്ടാണ് പോകുന്നത് റോഡ്. അങ്ങനെ അതിലേക്ക് ചെന്നപ്പോഴത്തേക്കും ഒരാശ്വാസമായി. ഊട്ടിയുടെ റോഡ് എത്തി എന്നുള്ളൊരാശ്വാസമായി. അപ്പോൾ എന്തായാലും ഇതാണ് ഊട്ടിയുടെ മുകൾ ഭാഗം. ഞങ്ങൾ എത്തിയപ്പോൾ താഴേക്കുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ നക്ഷത്രമൊക്കെ ഇങ്ങനെ വന്ന് കിടക്കുന്ന തറയിൽ വീണ് കിടക്കുന്ന പോലെയുള്ളൊരു ഭംഗിയായിരുന്നു. വീടുകളിലൊക്കെ ഇങ്ങനെ ലൈറ്റ്സൊക്കെ ഇട്ടേക്കുന്നത്. എന്തായാലും അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നു. എന്തായാലും അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ ഞാൻ എത്രത്തോളം ഈ വീഡിയോയിൽ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഗൂഗിൾ മാപ്പ് വല്ലാത്തൊരു പണിയാണ് തന്നത്. അപ്പം എല്ലാവരും ഗൂഗിൾ മാപ്പിനെ സൂക്ഷിക്കുക. ബൈ ബൈ.